ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇത് ഈ ഉപരോധത്തെക്കുറിച്ചാണ് ആദർശ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം ഈ അദാനി വൈദ്യുതി കോർപ്പറേഷൻ്റെ ഒരു നോട്ടീസ് കിട്ടിയപ്പോഴേ ഈ ഹൈന്ദവർക്കെതിരായ പ്രതിഷേധമൊക്കെ ആ ഒരു ആക്രമണമൊക്കെ കുറച്ച് ഒന്ന് ഒതുങ്ങി എന്ന് വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും അത്തരത്തിൽ അവിടെ വില പോയിട്ടില്ല. ഇത് വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇതിനുമേൽ ഉണ്ടാകണം, ബംഗ്ലാദേശിന് മേൽ ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്നും ഒരു പ്രകടനം, അവിടെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രകടനം വൈറ്റ് ഹൗസിൽ നിന്നും നടക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സമ്മർദ്ദം ബംഗ്ലാദേശിന് മേൽ കൊണ്ടുവരിക എന്നതായിരുന്നു അവിടെ ആ സംഘടനകൾ ചെയ്തത്. അപ്പോൾ ഉപരോധം കൊണ്ട് മാത്രം ബംഗ്ലാദേശിനെ നമുക്ക് അങ്ങനെ തളയ്ക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ താലിബാനെയൊക്കെ നമുക്ക് പണ്ടേ തളയ്ക്കാൻ പറ്റുമായിരുന്നു. തളയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇതിലെന്താ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ആധുനിക സമൂഹം ഒരു വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് ആധുനിക സമൂഹത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ചില സെറ്റ് ഗോൾസ് ഉണ്ട്, അതിനെ മുന്നിൽ നിർത്തി അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുക. പക്ഷേ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ഇസ്ലാമിക ഭീകരവാദമാവുമ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നും തന്നെ ഈ ലോകത്തേക്കുള്ള കാര്യമല്ല. അവിടെ അവർ ചെയ്തു വെക്കുന്നതെല്ലാം അവരുടെ കിതാബിൽ പറഞ്ഞത് പ്രകാരം, അവരോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഉള്ള കുറേ കാര്യങ്ങളാണ്. അതിന് മുന്നിൽ അവരെ തടയാൻ വേറൊന്നും അവിടെ സാധിക്കില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഭീകരത. ഇത് എടുത്തു പറയേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണവും വരുന്നത്. ഇത് നമ്മളെ പൊതുസമൂഹം എത്രത്തോളം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് വിരോധം കൊണ്ട് പറയുന്നു എന്നൊക്കെയാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. പക്ഷേ ഇതൊക്കെ ആവർത്തിച്ചിട്ടുള്ള ആളുകൾ മിഡിൽ ഈസ്റ്റിൽ തന്നെയുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ പോലും ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അറബ് ലോകത്തിന് വെളിയിലുള്ള ആളുകൾക്കൊരു ധാരണയുണ്ട്, അവർക്ക് മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും തങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. 2017 2016 പറഞ്ഞതാണ്. പക്ഷെ അന്ന് പറഞ്ഞത് എന്താണ്? അങ്ങനെ ആ ധാരണ കൊണ്ടും ആ ധാരണപ്പുറത്ത് നിങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത് കൊണ്ടും ചില പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് നിൽക്കുന്നത് കൊണ്ടും എന്ത് സംഭവിക്കും? നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും കൂടുതൽ എക്സ്ട്രീമിസ്റ്റുകളും കൂടുതൽ ഭീകരവാദികളും പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കാണാൻ ഇടയാകും എന്ന് പറഞ്ഞത് 2016 2017 പറഞ്ഞിട്ട് നമ്മൾ 24 ആവുമ്പോൾ കാണുന്നത് എന്താണ്? അത് സംഭവിക്കുന്നു. അവിടെ ജർമ്മനിയിൽ ഷെരിയ ഫോർ ജർമ്മനി എന്ന് പറഞ്ഞിട്ട് ഉള്ള വിളിയെ നമ്മൾ കേൾക്കുന്ന, UK ഷെരിയ ഫോർ UK എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നു. അങ്ങനെ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും കേൾക്കുന്നത് അവിടെ ആ കോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അത് അവിടെ അവർ പ്രാവർത്തികമാക്കുകയാണ്. മിഷൻ 2047 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ പാകിസ്ഥാനിലായാലും മറ്റുള്ള എല്ലാ സ്ഥലത്തായാലും ഇത് ഒരു കോമൺ ട്രൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതിന് സമ്മർദ്ദം വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ആ സമ്മർദ്ദം അതെങ്കിലും മാത്രമാണ് അതിനകത്തൊരു പോംവഴിയായിട്ടുള്ളൂ എന്നത് മാത്രമേ നമുക്ക് അതിനകത്ത് കാണാനുള്ളൂ. അല്ലാതെ വേറൊരു സംഗതിയും അതിനകത്ത് തടയാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്ത ചില പണികളുണ്ട്. അത് ഏതായാലും ചെയ്യാൻ പാകത്തിനുള്ള ആളുകൾ അത് ബംഗ്ലാദേശിൽ ഏതായാലും ഇല്ലാതെ പോയി. അങ്ങനെ ചെയ്തിരുന്ന ആൾ തന്നെയാണ് ഹസീന എന്ന് പറയുന്നത് ഒരു പരിധി വരേക്കെങ്കിലും. കാരണം എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പല നേതാക്കളെയും തൂക്കിക്കൊല്ലുന്നതും അവർ ജയിലിൽ അടയ്ക്കുന്നതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഹസീനയെ പറപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? യൂനുസ് വന്നോടുകൂടി ഈ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മുഴുവൻ റിലീസ് ചെയ്യല്ലേ ചെയ്തത്. ഇതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ സിറിയയിൽ എന്താ കാണുന്നത്? ഇത് തന്നെയല്ലേ അവിടെയും കാണുന്നത്. അപ്പോൾ ഇനി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾ, ഈ വിഷപ്പാമ്പുകൾ, അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പം കൂടി ഇതിൻ്റെ കൂടെ വരികയാണ് ചെയ്യുക. ഇതും കൂടി നമ്മൾ ഫേസ് ചെയ്യണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആംഗിളാണ്. ഇത് പലപ്പോഴും ആളുകൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു ആംഗിളാണ്. മതത്തിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പോലും പലപ്പോഴും ചർച്ചയാകാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.